നമസ്കാരം. ഞാൻ അനസ് വി പേങ്ങാട്. രാഗലയയിലെ എല്ലാ പ്രേക്ഷകരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഗാലാപനങ്ങൾക്കിടയിൽ ഇന്ന് ഒരു കഥയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. കണ്ണൻ എന്നാണ് ഈ ചെറുകഥയുടെ പേര്. രചന, വായന അനസ് വി പേങ്ങാട്. ഉച്ചമയക്കത്തിൽ ഉപ്പയുടെ മുഖം തെളിഞ്ഞപ്പോഴാണ് സറീന ഫോണെടുത്തത്. ഉപ്പ പ്രഷർ അധികരിച്ച് ഹോസ്പിറ്റലിലാണ്. ഒന്നു പോകുവാൻ സാധിക്കാത്തതിൻ്റെ സങ്കടം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടായിരിക്കാം ഉപ്പയുടെ നിറം മങ്ങിയ മുഖം സ്വപ്നത്തിലേക്ക് കടന്നു വന്നത്. കണ്ണനെ വിളിച്ചു നോക്കാം. അയൽക്കാരി ജാനുച്ചിയുടെ മകൻ, അല്ല, തൻ്റെ കുഞ്ഞനിയൻ. സറീന ഫോൺ ചെവിയിലേക്ക് ഉയർത്തവേ കാപ്പിത്തോട്ടത്തിലൂടെ ഒരു ആൺമയിൽ നീങ്ങുന്നത് കണ്ടു. ചുരമിറങ്ങി കോഴിക്കോട് എത്തുവാൻ തന്നെ മണിക്കൂറുകൾ വേണം. കണ്ണനുള്ളത് എത്ര അനുഗ്രഹം. ഹലോ കുഞ്ഞിത്ത. കണ്ണ, ഇന്ന് ഷഫീഖിൻ്റെ കല്യാണമല്ലേ, പോണില്ലേ? ഉപ്പൻ്റെ അടുത്ത് ആളില്ലാതെ എങ്ങനെ പോകും? അവിടെ നഴ്സുമാരില്ലേ? അതൊന്നും ഉപ്പയ്ക്ക് നടക്കൂല എൻ്റെ കുഞ്ഞിത്ത. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടല്ലടാ, അവൻ എന്ത് വിചാരിക്കും? അവൻ അറിയാം ഉപ്പ ഹോസ്പിറ്റലിലാണെന്ന്. സാരമില്ല, ഞാൻ ഉച്ചയ്ക്ക് ഉമ്മ വന്നിട്ട് പോയിക്കോളാം. ഫോൺ കഴിഞ്ഞതിന് ശേഷം സറീന കണ്ണനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു പോയി. അയൽവാസി നായടിയേട്ടനും ജാനകി ചേച്ചിയും ജോലിക്ക് പോകുമ്പോൾ കുഞ്ഞു കണ്ണനെ തങ്ങളുടെ വീട്ടിൽ നിർത്തി പോകുന്നതിൽ തുടങ്ങിയ ബന്ധം ഇന്ന് ഞങ്ങൾ 2 പെൺമക്കളേക്കാൾ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഉപകാരപ്പെടുന്ന മകൻ. ആൺമക്കളില്ലാത്ത അബ്ദുള്ള ഹാജിക്കും ഫാത്തിമ ഉമ്മയ്ക്കും സ്വന്തം മകനെ പോലെ തന്നെയാണ് കണ്ണനെന്ന യദുകൃഷ്ണൻ. ബാല്യകാലത്തെ പകൽ സമയങ്ങളിൽ ഭൂരിഭാഗവും സ്വന്തം മാതാപിതാക്കളേക്കാൾ കണ്ണൻ അടുത്തിടപഴകിയത് സറീനയുടെയും സഫീറയുടെയും മാതാപിതാക്കളുടെ അരികിലായിരുന്നു. അയൽവകത്തെ കുഞ്ഞ് എന്ന പരിഗണനയ്ക്കപ്പുറം സ്വന്തം മകൻ എന്ന നിലയിലായിരുന്നു ഹാജിയും ഭാര്യയും കണ്ണനെ കണ്ടിരുന്നത്. അവർ അവൻ്റെ ആഗ്രഹങ്ങളെല്ലാം സഫലമാക്കുവാൻ ശ്രമിച്ചു. തങ്ങളുടെ പെൺമക്കൾക്കൊരു അനിയനെ ലഭിച്ചതിൽ സന്തോഷിച്ചു. വിദ്യാലയങ്ങളിൽ നിന്ന് രക്ഷിതാക്കളെ ക്ഷണിക്കുന്ന ഘട്ടങ്ങളിൽ കണ്ണൻ്റെ അച്ഛന് പകരമായി പലപ്പോഴും പോയിരുന്നതും ഹാജിയായിരുന്നു. കമ്പനി തൊഴിലാളിയായിരുന്നതിനാൽ അവധിയെടുക്കുവാൻ പ്രിയ സുഹൃത്തിനെ ഹാജി നിർബന്ധിച്ചില്ല. ഹോസ്പിറ്റലിലേക്കും മറ്റിടങ്ങളിലേക്കും കണ്ണൻ്റെ യാത്ര ഹാജിയുടെയോ ഭാര്യയുടെയോ കൂടെ ആയിരുന്നു. സഫീറയും സറീനയും വിളിക്കുന്നത് പോലെ കണ്ണനും അവരെ ഉപ്പയെന്നും ഉമ്മയെന്നും വിളിച്ചു. സ്കൂൾ അവധി ദിനങ്ങളും വൈകുന്നേരങ്ങളും അവൻ ഹാജിയുടെ വീട്ടിൽ ചെലവഴിച്ചു. മാതാപിതാക്കൾ വീട്ടിലുള്ളപ്പോഴും ഉമ്മയുടെയും ഉപ്പയുടെയും അരികിലേക്ക് ഓടുക പതിവായി. പക്ഷേ നായടിയേട്ടനോ ഭാര്യയ്ക്കോ അതിൽ പരിഭവങ്ങളില്ലായിരുന്നു. ഹാജിയുടെ കുടുംബവുമായുള്ള ദൃഢബന്ധം എന്നു നിലനിൽക്കണമെന്ന് അവരും ആഗ്രഹിച്ചു. സഫീറ അവന് വല്ലാത്തായിരുന്നു, സറീന കുഞ്ഞാത്തയും. അവർക്ക് കണ്ണൻ പ്രിയപ്പെട്ട കുഞ്ഞിക്കണ്ണനും. ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ചെറിയൊരു അസുഖം വന്നാൽ പോലും കണ്ണന് ആദിയായിരുന്നു. കുട്ടിക്കാലം മുതൽ സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, മറ്റു നന്മകളുടെ ചിന്തകളിലേക്ക് കണ്ണനെ കഥകളിലൂടെ കൂട്ടിക്കൊണ്ടുപോയിരുന്നത് ഉപ്പയായിരുന്നു. പാട്ടുകൾ ഭംഗിയിൽ പാടിപ്പഠിപ്പിച്ചിരുന്നത് അവൻ്റെ ഉമ്മയും. അച്ഛനും മകനും മലയ്ക്ക് പോകുന്ന സമയങ്ങളിൽ ഇരുവരുടെയും അനുഗ്രഹം വാങ്ങി പടിയിറങ്ങുമ്പോൾ 2 അമ്മമാരുടെയും ഹാജിയുടെയും കണ്ണുകൾ നിറഞ്ഞു. കണ്ണന് ഒരു പ്രയാസവും വരരുതേ എന്ന് ഉമ്മ കണ്ണുയർത്തി പ്രാർത്ഥിച്ചു. ഷഫീഖ് ഇപ്പോൾ നിക്കാഹിന് ഒരുങ്ങിയിട്ടുണ്ടാവണം. മണവാളിനെ കാണുവാൻ കണ്ണൻ്റെ മനസ്സ് ആഗ്രഹിച്ചു. പക്ഷേ ഉപ്പയെ തനിച്ചാക്കി എങ്ങനെ പോകും? ഉമ്മയോ താനോ ഇല്ലാതെ ഉപ്പ തനിച്ചിരിക്കില്ല. ഭക്ഷണവുമായി ഉമ്മ വരുന്നതുവരെ ഇവിടെ നിന്നില്ലെങ്കിൽ ഉപ്പയ്ക്ക് പ്രയാസമാവും. തനിക്ക് ചെറിയൊരു പനി വരുമ്പോഴേക്കും ഹോസ്പിറ്റലിലേക്ക് ഓടുന്ന
ഈ മനുഷ്യനേക്കാൾ വലുതല്ല തനിക്ക് മറ്റൊന്നുമെന്ന് ഷഫീഖിനറിയാം. അവനതിൽ സന്തോഷമേ ഉള്ളൂ. ജാതിമത ചിന്തകൾക്ക് അതീതമായി തങ്ങളുടെ ബന്ധം വളരുന്നതിൽ അവരെല്ലാം പിന്തുണച്ചിട്ടേയുള്ളൂ. ഇത്തമാർക്ക് വല്ലപ്പോഴും വന്നു പോകുവാനേ സാധിക്കൂ എന്നും ഷഫീഖിനറിയുമല്ലോ. തൻ്റെ വിവാഹം കൂടിക്കഴിയുന്നതുവരെ ജീവിക്കണമെന്നാണ് ഉപ്പ എപ്പോഴും പറയുക. എന്നാൽ ഉപ്പ എന്നും ഇങ്ങനെ ആരോഗ്യത്തോടെ ഉണ്ടാവുമെന്ന് താൻ മറുപടിയും പറയും. തനിക്ക് വേണ്ടി കളിപ്പാട്ടങ്ങളും മറ്റു ആഗ്രഹങ്ങളും സാധിച്ചു തന്നു എന്നതിനേക്കാൾ അദ്ദേഹത്തിൻ്റെ എത്രയോ സമയം തന്നോടൊന്നിച്ച് ചെലവഴിക്കുവാൻ മാറ്റിവെച്ചു എന്നത് വിലമതിക്കുവാൻ കഴിയാത്തതാണ്. ജോലി കാരണമാവാം തൻ്റെ മാതാപിതാക്കൾ നൽകേണ്ട സ്നേഹവും കരുതലും തൊട്ടറിഞ്ഞത് ഈ കൈകളിലൂടെയാണ്. തൻ്റെയൊപ്പം സംസാരിക്കുവാനും തൻ്റെ പ്രായത്തിലേക്കിറങ്ങി കൂടെ കളിക്കുവാനും തയ്യാറായി എന്നത് തനിക്ക് ലഭിച്ച വലിയ അനുഗ്രഹമാണ്. 2 മാതാപിതാക്കൾ, ഇത്തമാർ, അളിയന്മാർ, അവരുടെ മക്കൾ എല്ലാവരും സ്വന്തമെന്ന പോലെ കരുതുന്നു. മതത്തിൻ്റെ പേരിലുള്ള വാക്ശരങ്ങളും അക്രമങ്ങളും കേൾക്കുമ്പോൾ ഹൃദയം പിടയ്ക്കാറുണ്ട്. വെറുപ്പ് വിതറി ഭിന്നിപ്പുണ്ടാക്കുന്ന മനുഷ്യരെ കേൾക്കുമ്പോൾ കണ്ണു നിറയാറുണ്ട്. അജ്ഞതയാലോ വളർന്ന സാഹചര്യം കൊണ്ടോ കൂട്ടുകെട്ട് കാരണമോ യഥാർത്ഥ സ്നേഹം അനുഭവിക്കുവാൻ സാധിക്കാത്തവരുടെ കൂട്ടം മാത്രമാണ് അവരെന്ന് തോന്നാറുണ്ട്. ഇവർ കാരണം ഒരു സമൂഹം തന്നെ നശിക്കുമോ എന്ന് ഭയക്കാറുണ്ട്.